പുനരവതാരമായി ചലിക്കപ്പെടണം. രണ്ട്, ക്രിസ്ത്യാനി പറയുന്നു അവൻ സ്വർഗത്തിലേക്ക് പോകും. അല്ല, ഇസ്ലാം പറയുന്നു അവൻ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അവൻ ചെയ്ത പാപത്തിനൊത്ത് അവൻ ഉൾപാലത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അയ്യോ സ്നേഹിത, എങ്ങനെയാണ് താങ്കളുടെ മരണത്തെ സ്വാധീനിക്കുന്നത്? ലോകത്ത് തന്റെ ഇടമുള്ളവർ പറയുന്നു ഞങ്ങൾക്ക് ദൈവമൊന്നും വേണ്ട, മരണം ഏതെങ്കിലും ഒരു കാലത്ത് ഞങ്ങളെ തേടി വിളിക്കാൻ, മാടി വിളിക്കാൻ ഓടിയെത്തും. അയ്യോ, ഞാൻ പറയട്ടെ, ബ്രാഹ്മണോകം, നരേന്ദ്രലോകം, ആട്ട്യോഗം, കലർന്നിടും ദശാന്തരെ. ഇവിടെ ബ്രാഹ്മണനാണെങ്കിലും ധനാഢ്യനാണെങ്കിലും താങ്കൾ ഏത് കാര്യത്തിന്റെ വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും മരണം താങ്കളെ തേടിയെത്തുന്ന ഒരു നിമിഷമുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് മഹാനായ കവി ഇങ്ങനെ പറഞ്ഞത്, സന്നിപം മധ്യജന്മം ജനപങ്കുരം തച്ചും ശ്രവണകളസ്തമാന്തർദുരം ഭക്ഷണത്തിനായി അപേക്ഷിക്കും പോലെ കാലായിര പരിഗ്രസ്തമാൻ ലോകവും ആലോല ജനസേ ഭോഗങ്ങൾ തേടുന്നു. അയ്യോ, കവി ഇത്രേ പറഞ്ഞുള്ളൂ, ചുറ്റും പഴുത്തിരിക്കുന്ന ഒരു ലോകത്തകടിലേക്ക് ഒരു തുള്ളി വെള്ളം വീഴുന്നത് പോലെയാ മനുഷ്യന്റെ ജന്മമെന്ന് അദ്ദേഹം വിവരിക്കുമ്പോൾ ഒരു കാര്യം നാം മറന്നു പോകരുത്. വേദപുസ്തകം വിളിച്ചു പറയുന്നു, ഞാൻ നിന്റെ ആയുസ്സിനെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ഒരുപക്ഷെ 60 വയസ്സ്, ഇനി 80, ഇനി ആ ദുരിതം കൊണ്ട് മിഞ്ചിയാൽ ഏകദേശം ഒരു 120 വരെയൊക്കെ വളരെ പാടുപെട്ട് തള്ളിക്കൊണ്ടുപോകും. പക്ഷേ അതിന്റെ അവസാനം വലിയ കഷ്ടതയാണെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുകയാണ്. സ്നേഹിത, മരണത്തിനപ്പുറത്ത് താങ്കളുടെ ആത്മാവുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കാണാൻ കഴിയുന്നത്? അത് കാണാൻ കഴിയണമെങ്കിൽ ഏതെങ്കിലും മരണ വീട്ടിൽ ചെന്നാലേ മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തെ പറ്റി സകല മനുഷ്യരും ചിന്തിക്കാൻ തുടങ്ങത്തുള്ളൂ. ഇവിടെ ആരോഗ്യമുണ്ട്, തന്റെ ഇടമുണ്ട്, ഞാൻ എന്തോ ആളാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരെല്ലാം ഇന്ന് നമുക്കറിയാം. കേരളക്കരയിൽ മഹാദുരിതങ്ങൾ പേറി നിറഞ്ഞപ്പോൾ സ്വന്തം മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ കാണാൻ പറ്റിയില്ല, കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാതാപിതാക്കളെ കാണാൻ കഴിയില്ല. കാരണം എന്തെന്നറിയാമോ? മഹാദുരന്തത്തിൽ പെട്ടുപോയ എത്രയോ മരണങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. ഇവിടെ സകലരും അവരെ കണ്ടിട്ട് അവരെ മറവ് ചെയ്തത് ഇവിടെ JCB ഉപയോഗിച്ചായിരുന്നു. സുഹൃത്തെ, ആർക്കും അവരെ കാണാൻ കഴിഞ്ഞില്ല. മരണം തന്നെ മാടി വിളിക്കുമ്പോൾ താങ്കൾക്ക് പറയാൻ കഴിയുമോ, മരണമേ ഒരല്പം നിൽക്ക്, എനിക്ക് കുറച്ച് കാര്യം ചെയ്യാനുള്ളത് പറഞ്ഞാൽ അതവിടെ നിൽക്കത്തില്ല. കാരണം എന്താ, മരണം നിന്നെ തേടിയെത്തും. അത് നിനക്ക് ആരോഗ്യമുണ്ടെങ്കിലും ശരി, ആരോഗ്യമില്ലെങ്കിലും ശരി. അതിലുപരി നീ ഒരു കാര്യം അറിയണം, നിന്നെ പടച്ചവനായ ഒരു തമ്പുരാനുണ്ട്, അവന് വേണ്ടി നീ ജീവിക്കാൻ തയ്യാറാകണം. സ്നേഹിത, 20 വർഷം 30 വർഷം ഒരു പക്ഷേ 60 വർഷം ജീവിച്ചിട്ട് ദൈവമില്ലാതെ നീ എന്തിനാ മരിക്കുന്നത്? അതുകൊണ്ട് ഞാൻ വിളിച്ചു ചോദിക്കുന്നു, ദൈവത്തെ നീ കൂടെ പിറപ്പായി കൊണ്ട് അവൻ നിന്റെ കൂടെ വരാനിടയായി തീരും. എന്തിനാ ദൈവത്തെ തള്ളി നരകത്തിലേക്ക് പോകുന്നത്? ഇവിടെ മാനസാന്തരപ്പെടാൻ ഒരു അവസരമുണ്ടെങ്കിൽ മാനസാന്തരപ്പെടാൻ നിനക്കൊരു അവസരം അത് ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുമ്പോ യേശു നിന്നെ ശ്രദ്ധിക്കുകയാണ്. എന്താ കാരണമെന്നറിയാമോ? സകലരും പറയുന്നു ഞങ്ങളെല്ലാവരും മരിക്കുമല്ലോ. അയ്യോ സുഹൃത്തെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരോഗ്യമുള്ള കാലത്ത് നീ ചരിച്ചു ജീവിച്ചു, അങ്ങോട്ട് ചരിച്ചങ്ങോട്ട് ജീവിക്കുമ്പോ ചത്തു കഴിയുമ്പോ മൂക്കരകത്ത് 2 പഞ്ഞിയും തിരികെ കെട്ടി കാലിന്റെയും കൈയുടെയും പെരുവിരലുകൾ കൂട്ടിക്കെട്ടി നിന്നെ ഏതെങ്കിലും ശവം മഞ്ചത്തിൽ വെച്ച് ഒന്നെങ്കിൽ പള്ളിയുടെ സെമിത്തേരിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടുവളപ്പിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്തിട്ട് നിന്റെ പോക്കറ്റിലെ പണം പോലെ ഒന്നെങ്കിൽ മൊസൈക്കോ മാർബിളോ ടൈൽസോ അതിന്റെ പുറത്തൊട്ടിച്ച് നിന്നെ എല്ലാവരും പാട്ടോടെ എന്ത് ചെയ്യുകയാ? യാത്രയയക്കുകയാ. യാത്രയയച്ചിട്ട് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വന്നാൽ വഴിപാടുകൾ നടത്തിയ കാഴ്ചകൾ നടത്തിയാൽ മരിച്ചുപോയ ഏതെങ്കിലും ഒരുത്തിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് ആരെങ്കിലും പഠിപ്പിച്ചാൽ അയ്യോ താങ്കൾക്ക് തെറ്റിപ്പോയെന്ന് ഉറക്ക വിളിച്ചു പറയുകയാണ്. ജീവിച്ചിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നീ ദൈവവചനം അനുസരിക്കണം, ദൈവത്തെ അംഗീകരിക്കണം, ദൈവം ആരാണെന്ന് നീ മനസ്സിലാക്കണം. ആരോഗ്യമുള്ളപ്പോൾ ദൈവം ആരാണെന്ന് നീ അറിയണം. നിന്റെ സ്വഭാവത്തിന് വ്യതിയാനം ഉണ്ടാകണം. അങ്ങനെ നീ ജീവിച്ചു വരുമ്പോൾ നിനക്ക് വേണ്ടി ഒരു സ്വർഗമുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തും. ഇവിടെ അതുകൊണ്ടാ ഭക്തിയുള്ള നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ ഇങ്ങനെ പാടിയത്, കണക്കെഴുതും പ്രമാണി വിളി
വല്ലതുണ്ടോ? അവസരം ഇനിയുണ്ടോ? ശരണനാമിന് കീശനെ ഭജിപ്പാൻ അവസരം ഇനിയുമുണ്ടോ? തനിച്ചു നീ വന്നു ചേർന്നു, തികഞ്ഞ പരീക്ഷ തീർന്നു. തനിച്ചു നീ വന്നു ചേർന്നു, തികഞ്ഞ പരീക്ഷ തീർന്നു. തിരിച്ചു പോകുവാൻ പാഠം മുറുകുകയാണു പക്ഷേ അവസരം ഇനിയുമുണ്ടോ? സ്നേഹിത, സുഹൃത്തെ, ഒന്നെങ്കിൽ നരനായി അല്ലെങ്കിൽ നാരിയായി ദൈവം എന്നെ സൃഷ്ടിച്ചതിന് ചില ഉത്തരവാദിത്തങ്ങൾ, കടമ്പകളൊക്കെയുണ്ട്. കേരളക്കരയിലെ ഓരോ ജനങ്ങളോടും യുവാനികളോട് ഞാൻ ചോദിക്കട്ടെ, സർവേശ്വരനായ ദൈവം ചോദിച്ചാൽ മുട്ടടിക്കാതെ പറയാൻ ആർക്കെങ്കിലും ഒരു ഉത്തരവുണ്ടാകുമോ? ഇവിടെ ഇല്ല. കാരണം എന്താ? മനുഷ്യൻ പാപത്തിൽ കുത്തിക്കിടക്കുകയാണ്. അതുകൊണ്ട് ഈ കൊച്ചു കേരളത്തെ നോക്കി സ്വാമി വിവേകാനന്ദൻ വിളിച്ചു പറഞ്ഞത് ഇവര് ഭ്രാന്താലയമാണ്. എന്താ ഭ്രാന്താലയമായി മാറിപ്പോയത്? കേരളത്തിന്റെ ഗതി, കേരളത്തിന്റെ മൂല്യച്യുതികൾ എന്തേ പകർന്നടിഞ്ഞ് നാമാവിശേഷമായത്? പറയാം, കേരളം ഒരു ഭ്രാന്താലയമായി മാറിയതുകൊണ്ട് സർവീസിലിരുന്ന ഓമള എന്ന് പറയുന്ന ഒരു ഡോക്ടർ തന്റെ ഭർത്താവിനെ വെട്ടിമുറുക്കി ഒരു സൂട്ട്കേസിലാക്കിയത് കേരളം ഭ്രാന്താലയമായതുകൊണ്ട് ഒരു പെൺകൊച്ച് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്നുകളഞ്ഞത് കേരളം ഭ്രാന്താലയമായി മാറിപ്പോയത് കൊണ്ട് സ്വന്തം സഹോദരൻ നെഞ്ചും അവന്റെ മാറിലേക്ക് വെടിയുതിർന്ന് അവനെ കൊന്നുകളയാനിടയായി തീർന്നത്. തീർന്നില്ല, നിരവധി അനവധി കാര്യങ്ങൾ പറയാനുണ്ട്. സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് വാക്കുകൾ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകം വിളിച്ചു പറഞ്ഞു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണ്. ഒരുപക്ഷെ നിനക്ക് വിദ്യാഭ്യാസം കാണാം, താമസിക്കേണ്ട മണി മാളികയും മറ്റു കാണാം, പക്ഷേ നിന്റെ സ്വഭാവം ശരിയല്ലെങ്കിൽ നിന്റെ പേരാണ് മൃഗം. ഒരുപക്ഷെ ധനം നിനക്ക് കുമിഞ്ഞുകൂടിയിട്ടുണ്ടാകാം, നിന്റെ മക്കൾ വിദേശത്ത് ചോദിക്കാനായിരിക്കാം, അല്ലെങ്കിൽ നീ നന്നായി ജീവിക്കുന്ന ആളായിരിക്കാം. നിന്റെ സ്വഭാവം ശരിയല്ലെങ്കിൽ നിന്നെ ദൈവം വിളിക്കുകയാണ് മൃഗത്തിന് തുല്യനായി നീ മാറിപ്പോയി. അതുകൊണ്ടാ കൊച്ചു കേരളത്തിലെ ഗതി ഇങ്ങനെയാകാൻ ഇടയായി തീർന്നത്. സ്നേഹിത, അതുകൊണ്ട് ഈ കേരളത്തെ തിരുത്താൻ ഒന്നിനെ കഴിയത്തുള്ളൂ. യാതൊരു തത്വത്തിനും, യാതൊരു മാർഗത്തിനും, യാതൊരു ശാസ്ത്രവും എല്ലാം തോട്ട് പിൻവാങ്ങുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുവാൻ, നിന്റെ മദ്യപാന ശീലത്തിന് മാറ്റം വരുത്തുവാൻ, നിന്റെ ലഹരി പദാർത്ഥങ്ങൾക്ക് ഒരു വിരാമമിടുവാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിനെ കൊണ്ടല്ലാതെ മറ്റൊന്നിനാലും സാധിക്കുകയില്ല എന്ന് അതിശക്തമായി ഈ കൊച്ചു ഗ്രാമത്തോട് വിളിച്ചു പറയുകയാണ്. കാരണം എന്താ? സ്കൂളിലേക്ക് അയച്ച് സ്കൂളിൽ മക്കൾ വീട്ടിലേക്ക് വരുന്നത് പേടിച്ചരണ്ട് വീട്ടിനകത്തിരിക്കുന്ന മാതാപിതാക്കൾ. കാരണം എന്താ? ലഹരി പദാർത്ഥങ്ങൾക്കും അവരുടെ മാഫിയകളും സ്കൂളുകളും കോളേജുകളും താവളമാക്കിയിരിക്കുകയാണ്. സ്നേഹിത, നാളെ നിന്റെ കുഞ്ഞ് അതിനകത്തുണ്ടോ എന്ന് ആരറിഞ്ഞു? അയ്യോ, വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, നീ മാനത്തോടായിരിക്കാം ഇരിക്കുന്നത്. സ്നേഹിത, ഇന്ന് എഴുത്തും വായനയും വിദ്യാഭ്യാസവും തത്വചിന്തയും നിനക്കുണ്ടെങ്കിൽ ഒരു കാര്യം നീ ഓർക്കണം, ക്രിസ്ത്യാനിയാണ് അതെല്ലാം ഇവിടെ കൊണ്ടുവന്നതെന്ന്. കാരണം എന്താ? ഇവിടെ ലോകത്ത് പഠിപ്പും അറിവും ചിലർക്ക് മാത്രം മാറ്റിവെച്ചപ്പോ ചിലരെ കൂടെ പഠിപ്പിക്കുവാൻ ഇവിടേക്ക് വന്നത് ക്രിസ്ത്യാനിയാണെന്ന് മറന്നുപോകരുത്. ചരിത്രത്തിലെ തലമുറകളെ മറിച്ചു നോക്കിയാൽ സമൂഹത്തെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണെന്ന് മറന്നുപോകരുതെന്ന്. അതുകൊണ്ട് ഒരു മദർ തെരേസ ഉണ്ടായത്, അതുകൊണ്ട് പാപങ്ങളുടെ അമ്മയെന്ന വിളിപ്പ് അവർക്ക് ലഭിക്കാനിടയായി തീർന്നത്. സ്നേഹിത, ഒരു കാര്യം ഞാൻ പറയാം, വേദപുസ്തകം പറയുന്നു, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നിനക്ക് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ഒരു പച്ചന്റെ മാതാവാകാം, പിതാവാകാം, സഹോദരനാകാം, സഹോദരിയാകാം, കുഞ്ഞുങ്ങളാകാം, ഇവരെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അവരെ നിനക്ക് കരുതാൻ കഴിയുന്നില്ലെങ്കിൽ, അയ്യോ, നിന്റെ ജീവിതം കൊണ്ട് ഒരു അർത്ഥവുമില്ല എന്ന് വേദപുസ്തകം വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ഈ കൊച്ചു ഗ്രാമത്തോട് വിളിച്ചു പറയുന്നു. നിങ്ങൾ പറയാം, ഇല്ല, ഞാനൊരു പാപവും ചെയ്യുന്നില്ല, ഞാൻ
പാപിയല്ല, പാപത്തിന്റെ ലിസ്റ്റിൽ എന്നെ കൂട്ടരുത്. ഞാൻ ആരുടെയും അതിരുമാറിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ പാപി എന്ന് എന്നോട് പറയും? ഞാനൊരു പെണ്ണുപിടിയനല്ലോ, പിന്നെ എങ്ങനെയാണ് പാപി എന്ന് പറയുന്നത്? ഞാൻ ആരിനെ മോഷ്ടിച്ചില്ലല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെ കുറ്റം വിധിക്കും? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാ ഇവിടെ CC ക്യാമറകൾ വന്നത്? എന്തിനാ സെക്യൂരിറ്റികൾ ഇവിടെ വന്നത്? എന്തിനാ പോലീസുകാർ ഇവിടെ